ഓർമ്മയില്ലേ, കഴിഞ്ഞ ആഴ്ച ബസ്സിൽ വെച്ച് 1.5 വയസ്സുകാരിയുടെ 3/4 പവന്റെ പാദസരം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ സബീനയെ. സാധാരണ മോഷണ സ്വഭാവമുള്ള സബീന പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മോഷണ വസ്തുവിന്റെ ഉടമയെ കയ്യും കാലും പിടിച്ച് മാപ്പ് പറഞ്ഞ് മോഷണ വസ്തു തിരിച്ചുകൊടുത്ത് കേസില്ലാതെ തടിയൂരലായിരുന്നു പതിവ്. എന്നാൽ ഇപ്രാവശ്യം പതിവ് തെറ്റി. കുട്ടിയുടെ മാതാവ് ഇത് ബസ്സിലെ ജീവനക്കാരെ അറിയിക്കുകയും അവർ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. പറ്റുന്ന പോലെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടിയുടെ മാതാവ് അലിഞ്ഞില്ല. ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും 15 ദിവസത്തേക്ക് സബീനയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷമാണ് യഥാർത്ഥ ദുരിതം തുടങ്ങുന്നത്. സബീന അറസ്റ്റിലായ കാര്യമറിഞ്ഞതു മുതൽ സബീനയുടെ ഭർത്താവ് റഫീഖ് വളരെ വിഷമത്തിലായിരുന്നു. ആരായാലും സ്വന്തം കുടുംബത്തിലെ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ തല താഴ്ത്തേണ്ടി വരും. റഫീഖിനും അവസ്ഥ തിരിച്ചായിരുന്നില്ല. 41 വയസ്സുകാരനായ അദ്ദേഹം സ്വന്തം മകനെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുചെന്നാശി വീട്ടിൽ വന്ന് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി. 70% പൊള്ളലേറ്റ അദ്ദേഹത്തെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നെങ്കിലും ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഒരു കുടുംബത്തിലെ ഒരാളുടെ തെറ്റോ ബുദ്ധിമോശമോ കൊണ്ട് എത്ര പെട്ടെന്നാണ് ഒരു കുടുംബം ഛിന്ന ഭിന്നമാവുന്നത് നോക്കൂ. ഇനി ആ കുഞ്ഞിന് ആരുണ്ട്? കള്ളിയായ അമ്മയോ? അരാധമാക്കപ്പെട്ട ആ ബാല്യം എന്തു ചെയ്യും? എന്നെങ്കിലും ആ കുഞ്ഞിന് അമ്മയുടെ ഈ ചീത്തപ്പേരിൽ നിന്ന് മോചനം ലഭിക്കുമോ? സ്വർണത്തിന് വിലയേറിയതിനു ശേഷം സ്വർണമോഷ്ടാക്കളും വർദ്ധിച്ചിരിക്കുകയാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ആവശ്യങ്ങളും ബാധ്യതകളുമൊക്കെ എല്ലാവർക്കും കാണും എന്നുവെച്ച് അത് മറ്റുള്ളവരുടെ മുതൽ മോഷ്ടിച്ചുകൊണ്ടാവരുത് നികത്താൻ ശ്രമിക്കേണ്ടത്.